മറ്റൊന്ന് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം, അത് ഇന്നത്തെ സൗദി അറേബ്യയെ രൂപപ്പെടുത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടല്ലോ. അവിടുത്തെ ഭരണകൂടം ആൽ സൗദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആൽ ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ ഒരു പുതിയ ആശയമാണ്, പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത്. സ്വീകാര്യമായ പേരല്ല, അല്ല, നമ്മളത് അംഗീകരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ് എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ ഹനീഫ് കായക്കൊടിൻ്റെ ഒരു തെള്ളാണ് ഇത്. ഈ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനൽ നടത്തിയ അഭിമുഖമാണ്. ഇതിനൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ വിധേയ പ്രസ്ഥാനങ്ങൾ എന്ന ഈ വിനീതൻ എഴുതിയ പുസ്തകമാണ്. ഇതിനുള്ള മറുപടിയൊക്കെ ഇയാൾ ഇതിൽ നടത്തിയ തള്ളുകൾക്ക് മുമ്പേ മറുപടി പറഞ്ഞു വെച്ചത്. നമുക്ക് ഇവരുടെ യുവത പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് കേരളത്തിലെ വഹാബികളുടെ ആശയ സ്രോതസ്സെന്നും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണെന്നുമൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിൻ്റെ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം ദർശിച്ച ഏറ്റവും ധീരനായ വിപ്ലവകാരിയും നവോത്ഥാന നായകനും ആയിരുന്നു. എന്താ പറഞ്ഞത്? ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ, താബിയുകൾ, തബൂതാബിയുകൾ, ഇതാണ് ഉത്തമ നൂറ്റാണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ലോകം ദർശിച്ച, അതായത് ഈ തബൂതാബിയുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരറിയാം? അതിൻ്റെ ഇടയിൽ ആരുമില്ല. പിന്നെ ഏറ്റവും ലോകം ദർശിച്ച വിപ്ലവകാരിയും നവോത്ഥാന നായകനും ആരായിരുന്നു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആയിരുന്നു എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എപ്പോഴാണ് വരുന്നത് അറിയോ? 18-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നേരെ കണക്ട് ചെയ്യുന്നത് എടുക്കാം 3-ാം നൂറ്റാണ്ടിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നവോത്ഥാന നായകനായിട്ട് ഇയാളെ ഉള്ളൂ. ബാക്കി പറയാം. ലോകമൊട്ടാകെ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി സംഘടനകൾ വഹാബി പ്രസ്ഥാനം എന്ന നിലയിൽ അറിയപ്പെടുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ലോകമൊട്ടാകെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനം, അതായത് കേരളത്തിലൊക്കെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനം വഹാബികൾ എന്നറിയപ്പെടുന്നത് അതിനൊരു അഭിമാനമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അത് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുന്നത്? അതിൻ്റെ ആശയ സ്രോതസ് അദ്ദേഹമായതുകൊണ്ട്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വഹാബിസത്തിൻ്റെ ലോകത്തുള്ള എല്ലാ സംഘടനകളുടെയും ആശയ സ്രോതസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. കാരണം കേരളത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വഹാബിസം വരുന്നത് നേരിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നല്ല, എന്നാൽ ഈജിപ്തിലെ ത്രിമൂർത്തികളിൽ നിന്നാണ്. ആ ഈജിപ്തിലെ ത്രിമൂർത്തികൾ ആശയം സ്വീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളാണ്. ആ ആശയങ്ങളെ കൂടുതൽ വക്രീകരിച്ച് ഒന്നുകൂടി ലിബറൽ വൽക്കരിച്ചുകൊണ്ടാണ് ഈജിപ്തിലെ ത്രിമൂർത്തികൾ അതിനെ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ വഹാബിസം കടന്നു വരുന്നത്. അപ്പോൾ ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പച്ച നുണ പറയാം. വഹാബികൾ എന്ന് പറയുന്നത് ആദ്യം ഇവർ അഭിമാനമായി കണ്ടിരുന്നു എന്ന് ഇവരുടെ പുസ്തകം തന്നെ എഴുതി വെക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അത് ഒരു അപമാനമായി മാറിയപ്പോൾ അതിനെ ഇവർ തള്ളിപ്പറയുകയും ചെയ്യാം. ഇതാണ് അവസ്ഥ. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ പോലും ഇവർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ ഒരു കള്ളത്തരം ഈ ഒരു പ്രത്യയശാസ്ത്രത്തിനുള്ളിൽ ഉണ്ട് എന്നതാണല്ലോ വ്യക്തമാകുന്നത്. നമുക്ക് നമ്മുടെ ആശയസ്രോതസ് ആരാണ്? സുന്നികളെ സംബന്ധിച്ച് സുന്നികൾ എന്ന് പറയുന്നത്, ആ സുന്നികൾ എന്നതിൽ തന്നെ ഉണ്ട് സുന്നത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. നബി തങ്ങളാണ് ഞങ്ങളുടെ ആശയസ്രോതസ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുള്ളൂ. ഇനി സംഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സമസ്തയുടെ അതിൻ്റെ സ്ഥാപകനാരാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഞങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപകൻ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ ഇവർക്ക് പേടിയാണ്. വഹാബി എന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ്. ഞങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നാണ് പറയുന്നത്. എവിടെ എത്തി അവസ്ഥ നോക്ക് നിങ്ങൾ. ഇത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ കാര്യമാണ്. ഇയാൾ ഈ നെളിഞ്ഞിരുന്ന് നുണ പറയുന്നത് ശരിയാണോ? ഇത്രയും പ്രസിദ്ധമായ ഒരു കാര്യം നമുക്ക് ഗൂഗിൾ ജെമിനിനോട് തന്നെ ചോദിച്ചു നോക്കാം. അതൊരു തെളിവാക്കല്ല, കാരണം അത്രയും ഫേമസ് ആയ കാര്യങ്ങളാണല്ലോ ഗൂഗിൾ ജെമിനി പറയാം. അത്രയും പ്രസിദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് ചോദിച്ചു നോക്കാം. കേരളത്തിലെ വഹാബി പ്രസ്ഥാനങ്ങളുടെ
ആശയ സ്രോതസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലേ? കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെയാണ്. 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഉടലെടുത്ത ഈ പ്രസ്ഥാനം ഇസ്ലാമിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. കണ്ടോ, ഇത് ഉത്ഭവിച്ചതിന് കൃത്യമായൊരു ഡേറ്റ് ഉണ്ട്. ഇസ്ലാമിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇവിടെ കൈമാറിയ ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളും പിന്നെ അനാചാരങ്ങളെയാണ് ഇവർ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് പറയുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കിയത് ഒരു പുതിയ പ്രസ്ഥാനമാണ്, പുതിയതായി രൂപം കൊണ്ടതാണ്, പുതിയതായി രൂപം കൊണ്ട ആശയമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ AI പോലും പറയുന്നുണ്ടെങ്കിൽ ലോകത്ത് അത്രമേൽ ഇത് പ്രസിദ്ധമായതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്രയും പ്രകടമായ കാര്യത്തെ പച്ചയായിട്ട് നിഷേധിക്കുക എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. ഇവരുടെ ഒരു അധോഗതി മറ്റൊരു സംഘടനയ്ക്ക് വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.